കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ പഠനം അനേകരുടെ ആത്മിക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്ന് ദൈവവചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കപടഭക്തിയെക്കുറിച്ചാണ് കൂടുതലും കേട്ടത്. ഈ പരീശന്മാരും ശാസ്ത്രിമാരും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ചില ആളുകൾ നിമിത്തമാണ്. നമുക്ക് ഏത് മതത്തിൽ നോക്കിയാലും കാണുന്ന ഒരു ഗ്രൂപ്പാണ് പരീശന്മാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വഭാവമുള്ളവർ, അവർ ദൈവത്തോട് വളരെ അടുത്തവരാണെന്നുള്ള രീതിയിൽ അവർ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് അത്രയും പെട്ടെന്ന് ചെല്ലാൻ പറ്റില്ല എന്നൊരു ധാരണ അവരുണ്ടാക്കും. അവർ നിങ്ങളെ അവരുടെ ഒരു ദാസനോ ശിഷ്യനോ ആക്കും. പിന്നെ അവർ പറയുന്നതാണ് കേൾക്കുന്നത്. അവർക്ക് നിങ്ങൾ പണം കൊണ്ടേ കൊടുക്കും. അവരിലൂടെ നിങ്ങൾ കർത്താവിനെ അറിയുന്നെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ കർത്താവിനെ അല്ല, ആ ആളെയാണ് അറിയുന്നത്. അയാളുടെ ദാസനും ശിഷ്യനുമായി മാറുകയാണ് ചെയ്യുന്നത്. എല്ലാ പരീശന്മാരും അങ്ങനെയാണ്. അവർ ശിഷ്യന്മാരുണ്ടാക്കാൻ വേണ്ടി കടലും കരയും കടന്ന് നടക്കും. ഓരോരുത്തർ അവരവരുടെ നീതി വെച്ച് മറ്റുള്ളവരെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ മനുഷ്യനിർമ്മിതമായ അനേകം മതങ്ങൾ ക്രിസ്ത്യാനിറ്റിക്കകത്ത് തന്നെയുണ്ട്. ഓരോരുത്തരുടെ അനുഗാമികളായിട്ട് ഓരോ ഗുരുക്കന്മാരുടെ പിന്നാലെ നടക്കുന്നവർ, ക്രിസ്തുവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത അനേകം ആളുകൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. കള്ളപ്രവാചകന്മാരും അതുപോലെ കപടഭക്തിക്കാരും. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നിങ്ങൾക്ക് ഇടനിലക്കാരായി ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യേശുക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനുമില്ല. നിങ്ങൾ അതേസമയത്ത് ഏതെങ്കിലും ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നോ, അല്ലെങ്കിൽ ആ പാസ്റ്റർ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ പണം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അങ്ങനെ ഒരാളുമില്ല. അങ്ങനെ ഒരാളും മനുഷ്യരുടെയും ദൈവത്തിൻ്റെ ഇടയിൽ നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥതയ്ക്ക് എതിരായാണ് നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യരായ രക്ഷകരെ അന്വേഷിക്കരുത്, മനുഷ്യരായ ഇടനിലക്കാരെ അന്വേഷിക്കരുത്. കാരണം കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ എല്ലാ മാനുഷിക പ്രമാണങ്ങളെയും മാനുഷിക ഇടനിലക്കാരെയും കർത്താവ് എടുത്തു മാറ്റുകയും ഏത് മനുഷ്യനും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ തൻ്റെ ശരീരം ചീന്തി ഒരു ജീവൻ്റെ പുതുവഴി കർത്താവ് തുറക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരുടെയും അടിമയല്ല, നിങ്ങൾ സ്വതന്ത്രരാണ്. ഈ സ്വാതന്ത്ര്യം നിങ്ങൾ വീണ്ടും അത് ദുർവിനിയോഗം ചെയ്യാതെ കർത്താവിൻ്റെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. നമ്മളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എവിടെയെല്ലാം ഒരു മനുഷ്യൻ സ്വന്തം നീതി പ്രഘോഷിക്കുന്നുണ്ടോ, ഞാൻ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ, സൂക്ഷിക്കണം. ആ മനുഷ്യനെ വളരെയധികം സൂക്ഷിക്കണം. കാരണം അദ്ദേഹം പല വീഴ്ചകൾ മറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. വീഴ്ചകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു നന്മയോ നീതിയോ ഞാൻ ഉയർത്തി ഹൈലൈറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നിങ്ങളോട് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ തിന്മ മറയ്ക്കാൻ വേണ്ടിയുള്ള എൻ്റെ പരാക്രമമാണ് അതെന്നാണ്. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും അങ്ങനെ പരിശ്രമിക്കും. നഗ്നത മറയ്ക്കാൻ വേണ്ടി അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും ആ പ്രലോഭനമുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, എന്നെപ്പോലെ തന്നെയുള്ളൂ ഈ സ്റ്റേജിൽ നിൽക്കുന്നയാളും. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവർക്കും അഭിഷേകം ക്രിസ്തുവിൻ്റെ അഭിഷേകമാണ്. എല്ലാവർക്കുമുള്ള ആത്മാവും ഒന്നാണ്, പ്രത്യാശ ഒന്നാണ്, കർത്താവ് ഒരുവനാണ്. ആകെയുള്ള വ്യത്യാസം കൃപാവരങ്ങളിലാണ്. നിങ്ങൾക്കും കൃപാവരങ്ങളുണ്ട്, അതെന്താ നിങ്ങൾ അറിയുന്നില്ല. വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ ഒരു വേർപെട്ട സമൂഹത്തിൽ കടന്നു ചെന്ന് ആരാധിക്കുകയും മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കൃപാവരം ദൈവം തന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ കൃപാവരങ്ങൾ വ്യത്യാസമാണ്. ഞാനൊരു ഉപദേഷ്ടാവിൻ്റെ കൃപാവരമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കൃപാവരമാണ് ദൈവം തന്നിട്ടുള്ളതെന്ന് നിങ്ങൾ കർത്താവിൻ്റെ സഭയിൽ ചേർന്ന് നടന്ന് കണ്ടുപിടിക്കണം. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാനുള്ള സാഹചര്യമൊന്നും ഒരു സഭയിലുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏതെങ്കിലും സഭയിൽ ഒരു വലിയ പാസ്റ്റർ ഉണ്ടായാൽ പിന്നെ ആ പാസ്റ്ററുടെ കാലം കഴിയുമ്പം അയാളുടെ മക്കളാണ് അവിടുത്തെ പാസ്റ്ററാകുന്നത്. അങ്ങനെ തലമുറയായി ഇത് നൽകപ്പെടുകയാണ്. അല്ലാതെ അവിടെയെങ്കിലും ആർക്കും ഒരു കൃപാവരവും വെളിപ്പെടുന്നില്ല. നിങ്ങളെപ്പോഴും മറ്റുള്ളവർ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നേടിത്തരുന്നവരും നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുന്നവരുമായിട്ട് ജീവിതാന്ത്യം നിങ്ങൾ കസ്റ്റമേഴ്സും അവർ വ്യാപാരികളുമായിരിക്കും. ഇന്ന് ആത്മീക വ്യാപാരികളും കസ്റ്റമേഴ്സും തമ്മിലുള്ള ബന്ധമാണ് സഭയിലെ പാസ്റ്ററും വിശ്വാസികളും തമ്മിൽ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, കൃത്യമായിട്ട് ദശാംശം കൊടുത്തില്ലെങ്കിൽ, വലിയ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു സഭയാണ്, ഒരാൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ അവർക്കറിയാം. അത്ര ഭയങ്കര സിസ്റ്റമാണ്. അത് വളരെ കൃത്യമായിട്ട് ആ പണം ഇങ്ങോട്ട് വരുന്ന കാര്യം
അവർ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നു. എത്ര സ്കില്ലോടുകൂടിയാണ് അവരത് ചെയ്തതെന്നറിയാമോ? എന്നാൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുന്നുണ്ടോ ഇവരോ ആരെങ്കിലും ഒരാളെന്ന് അവരാരും അന്വേഷിക്കാറില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് അതിലെല്ലാം ദശാംശം എടുക്കുന്നു, കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, പക്ഷേ കാതലായ കാര്യങ്ങളെ മറന്നു പോകുന്നു. ഇത് അന്ത്യകാലത്ത് ഇത് കൂടുതൽ പ്രകടമാണ്. പരീശന്മാർ വളരെയധികം കൂടിയിരിക്കുന്നു, കപടഭക്തിക്കാർ അഭിനയിക്കുന്നവരും വളരെയധികം കൂടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അഭിനയിക്കാൻ മാത്രം നമുക്കൊന്നുമില്ല. നമ്മൾ സാധാരണ കർത്താവിൻ്റെ കൃപയാൽ മാത്രം ജീവിച്ചു പോകുന്നവരാണ്. എല്ലാവരും അങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും പാപത്തിന് അടിമയാണെങ്കിൽ ഇതിന് നീതീകരണമായി ഉപയോഗിക്കരുത്. കാരണം കർത്താവ് പാപത്തെ വെറുക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മളും ആ പാപത്തെ വെറുക്കണം. കർത്താവ് നിങ്ങളെ തീർച്ചയായിട്ടും അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചുള്ള കുറേ മുന്നറിയിപ്പുകളാണ് കർത്താവ് തരുന്നത്. ഇവിടെ പല ആൾക്കാരും പറയാറുണ്ട് ഇത് അന്ത്യകാലം എന്ന് പറയുന്നത് ഈ പറയുന്ന വാക്യങ്ങൾ ശിഷ്യന്മാരോടുള്ളതല്ല എന്ന്. പക്ഷേ എനിക്കത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് വേദപുസ്തകത്തിലൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. ഈ അധ്യായം എനിക്കുള്ളതല്ല, ഈ അധ്യായം ആ ജാതിക്കുള്ളതാണ്, അങ്ങനെയല്ല. ഗോസ്പൽ ഈസ് യൂണിവേഴ്സൽ. ഗോസ്പൽ ഈസ് ആപ്ലിക്കബിൾ ഫോർ എവറി വൺ ഹു റീഡ്സ് ഇറ്റ്. നീ ആരൊക്കെയാണോ ഈ സുവിശേഷം വായിക്കുന്നത് അതിൽ ഓരോ വാക്യങ്ങളും ആ വായിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ കുറേ വാക്യങ്ങൾ നമുക്കുള്ളതല്ല എന്ന് പറയാൻ സാധിക്കില്ല. വേദപുസ്തകത്തെ വിഭജിച്ച് മാറ്റുവാൻ സാധിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, ഡിസ്പെൻസേഷണലിസം, ഹൈപ്പർ ഡിസ്പെൻസേഷണലിസം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ പെന്തക്കോസ്റ്റിൻ്റെ ഇടയിലും ഈ മറ്റ് ഫ്രീ ചർച്ചുകളുടെ ഇടയിൽ, ഈവൻ CSI മർത്തം പോലെയുള്ള ചർച്ചുകളുടെ ഇടയിൽ പോലും ഈ ഇടയിലൂടെ പൊതുപ്രസംഗങ്ങളിലൂടെ വ്യാപരിക്കുന്നുണ്ട്. ഡിസ്പെൻസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 യുഗങ്ങളിലൂടെ കർത്താവ് ഇടപെട്ടുവെന്നും, ആദ്യം ഒരു നിഷ്പാപ യുഗം തൊട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ന്യായപ്രമാണ യുഗം, സഭായുഗം, അങ്ങനെ യുഗങ്ങളിലൂടെ കർത്താവ് ഇടപെട്ടു എന്ന് പറയുന്ന ഓരോ രീതിയിൽ മനുഷ്യരോട് ഇടപെട്ടു എന്ന് പറയുന്ന ഒരു തിയറിയാണത്. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ യാതൊരു അടിസ്ഥാനവും അതിനില്ല. നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും രക്ഷിക്കപ്പെട്ടവർ വിശ്വാസത്താൽ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കുമ്പോൾ അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതിമാന്മാരായവരല്ല. അങ്ങനൊരു യുഗം ഉണ്ടായിരുന്നില്ല. അന്നും കൃപായുഗം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹാബേൽ നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ല, അത് ന്യായപ്രമാണം ഇല്ല. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ട് കാണാതായി. അത് മനസാക്ഷി യുഗമെന്ന് ഇവർ പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, കൃപയാൽ വിശ്വാസത്താലല്ലാതെ ഒരാൾ പോലും പഴയ നിയമത്തിലല്ല പുതിയ നിയമത്തിലല്ല ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ല എന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം പറയുന്നു. കാരണം ദൈവം വിശ്വാസികളെ രക്ഷിക്കുന്ന ആ ഒരു ക്യാരക്ടർ പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്, പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഹാബേൽ കായിൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം വിശ്വാസത്താൽ അർപ്പിച്ചു. എബ്രഹാം വിശ്വാസത്താൽ ആ ദേശത്തെ കനാൻ ദേശത്ത് എന്നിട്ട് ടെൻ്റടിച്ച് കൂടാരങ്ങളിൽ പാർത്തു. മോശെ വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ നിന്ദ ഏറിയ ധനമെന്നെ. ഇതെല്ലാം വിശ്വാസമാണ്. അവരാരും പ്രവൃത്തികളാലല്ല നീതീകരിക്കപ്പെടുന്നത്. അങ്ങനൊരു ന്യായപ്രമാണ യുഗമില്ല. എല്ലാം കർത്താവിൻ്റെ കൃപയാണ്. കൃപ തന്നെയാണ് അന്നും ഇന്നും എന്നും വ്യാപരിക്കുന്നത്. ഇസ്രായേൽ മക്കളോട് ദൈവം കാണിക്കുന്നതും ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് സ്വന്തം പുത്രനെ പറഞ്ഞു വിടുന്നതും എല്ലാം കൃപയാണ്. രക്ഷ അവർക്ക് പ്രസിദ്ധമാക്കിയതും കൃപയാണ്. കൃപയില്ലാത്തൊരു സമയം പോലും കർത്താവിനില്ല. കൃപയില്ലാതെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുമെന്ന് പറയുന്ന ഒരൊറ്റ നിമിഷം പോലും ബൈബിളുണ്ടായിട്ടില്ല. ഈ തരം ഉപദേശങ്ങൾ പലപ്പോഴും വേദപുസ്തകത്തിൻ്റെ യൂണിറ്റിക്കെതിരെ, അതായത് വൺ ഗോസ്പൽ എന്നുള്ളതിനെതിരെയാണ് വരാനിടയായിത്തീരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്യങ്ങളും നമുക്കുള്ളതാണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കുള്ളതല്ല എന്ന് പ്രത്യേകിച്ച് പറയുന്ന ചില വാക്യങ്ങളുണ്ട്. ഇസ്രായേൽ മക്കളോട് പറയുന്നു, ഈ കെട്ടിടത്തിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. അതിപ്പോൾ നമുക്ക് ആപ്ലിക്കബിളല്ല, അത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണ്. അങ്ങനെ സ്പെസിഫിക്കായിട്ട് ദൂത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് ഇന്നാരോടാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് സകലരോടുമുള്ളതാണ്. ബൈബിൾ ഒരിക്കലും ആംബിഗ്യസ് ആയിട്ട് സംസാരിക്കുകയില്ല. ബൈബിൾ വളരെ ക്ലാരിറ്റി ഉള്ളൊരു പുസ്തകമാണ്. ഇത് വ്യാഖ്യാനിച്ചാണ് ഇതിനകത്ത് ഇത്രയും ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാക്കിയത്. വെൻ യു ഗോ ത്രൂ ദ പ്ലെയിൻ റീഡിങ് ഓഫ് ദ ബൈബിൾ, ആരുടെ സഹായം ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിന് മുമ്പിൽ ഇരിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരാളാണെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇന്ന് അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റും വളരെ കൂടുതലാണ്. ചില കാര്യങ്ങൾ ഞാൻ എടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ അന്ത്യകാലത്തെ തിരിച്ചറിയുന്നത്? ഇവിടെ പറയുന്നത് 3-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അവിടെ വേറെ ആരുമില്ല, ഒൺലി ഡിസൈപ്പിൾസ്. അപ്പോൾ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നവർ, ആ ഡിസൈപ്പിൾസിനോട് മാത്രമാണ് കർത്താവ് സംസാരിക്കുന്നത് മുഴുവൻ. അത് ജാതികളോടോ യഹൂദന്മാരോടോ ഒന്നുമല്ല. ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ദാറ്റ് സ്പെസിഫിക്കലി ടു ദ ഡിസൈപ്പിൾസ്. അത് അവസാനം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം ഉപദേശിപ്പാൻ തക്കവണ്ണം. അപ്പോൾ അവിടെ കുറേ യഹൂദന്മാരെ വിളിച്ച് യഹൂദന്മാർക്ക് വരാനുണ്ടാകുന്ന കാര്യങ്ങളല്ല പറയുന്നത്. ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ച് ശിഷ്യന്മാരോടാണ് പറയുന്നത് ഹൗ ടു എക്സ്പെക്ട്, ഹൗ ടു വെയിറ്റ് ഫോർ ദ എൻഡ് ടൈംസ് എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ അവിടെ കർത്താവ് പറയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞു വരുന്ന അനേകർ, ഇത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വരികയാണ്, യേശു ആണല്ലോ ഇത് പറയുന്നത്. യേശു എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തു. ഓക്കെ, അവർ യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന് തന്നെ കൺഫേസ് ചെയ്തുകൊണ്ട് അനേകർ ഞാൻ ക്രിസ്തുവിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആൾക്കാരെ പറ്റിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ക്രിസ്തുവാണ്, യേശു ക്രിസ്തു പറയുകയാണെങ്കിൽ ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയാം. അത് യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ക്രിസ്തുവിൻ്റെ നാമം എടുത്തുകൊണ്ട് വന്നുകൊണ്ട് തന്നെ അനേകർ നമ്മളെ വഞ്ചിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, ക്രിസ്തുവാണ് ഞാനെന്ന് ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടും ആൾക്കാരെ തെറ്റിക്കാം. ചിലപ്പം യേശു ക്രിസ്തുവാണെന്നുള്ള ഡോക്ട്രിൻ കറക്റ്റ് ആയിരിക്കും. അതുപോലെ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവർ ക്രിസ്തുവിൻ്റെ ആൾക്കാരായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ വേറൊരു അപകടം കൂടിയുണ്ട്. അവനവൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരാനുള്ള സാധ്യത. പ്രിയ സഹോദരങ്ങളെ, ഈ അന്ത്യകാലത്തുള്ള സഭകളുടെ പെരുപ്പത്തിൽ വന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്ന് വൃഥാ ഉപയോഗിക്കുന്നത് പോലെ വേറൊരു നാമവും വൃഥാ ഉപയോഗിക്കപ്പെടുന്നില്ല. മാത്രമല്ല, ക്രിസ്തു എന്ന വ്യക്തി, നമ്മുടെ രക്ഷകനായ ദൈവം അവഗണിക്കപ്പെടുന്നു, തഴയപ്പെടുന്നു. എല്ലാ ചർച്ചകളിൽ നിന്നും ഇപ്പോൾ കർത്താവ് ഏകദേശം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാര്യം. അപ്പോൾ ഇന്ന് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് വ്യക്തികൾ, പ്രിയ സഹോദരങ്ങൾ, എത്രയോ വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ക്രിസ്തുവിനേക്കാൾ സ്നേഹം അവരുടെ പാസ്റ്റർമാരോടാണ്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ ദേ ബിഹേവ് ഓൾമോസ്റ്റ് ലൈക്ക് സ്ലേവ്സ്. അവരുടെ യജമാനൻ എന്നവർ വിചാരിക്കുന്ന പാസ്റ്റർ, അഭിഷിക്തൻ എന്നവർ വിളിക്കുന്ന പാസ്റ്റർ എത്ര മോശമായി ജീവിച്ചാലും, എത്ര പണം സമ്പാദിച്ചാലും, എത്ര ഇവൻ വ്യഭിചാരം ചെയ്താലും, ഹോമോസെക്ഷുവാലിറ്റിയിലായാലും, എന്ത് കാര്യം ചെയ്താലും ഇവരടിമകളെ പോലെ അവരുടെ പിന്നാലെ നടക്കുന്നു. ഈ അതായത് ഒരു മനുഷ്യൻ പറഞ്ഞ് അവൻ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അവൻ്റെ പിന്നാലെ നടക്കാൻ ആളുകളുണ്ട്. ഈ പവർഫുൾ മെൻ ഉണ്ടല്ലോ, വെരി പവർഫുൾ മെൻ, അവർ സഭയുടെ ഡിസിപ്ലിന് കീഴിലുള്ളവരല്ല. അവർ സഭയുടെ ഡിസിപ്ലിന് ഒരിക്കലും വഴങ്ങുകയില്ല. കാരണം സഭയുടെ യജമാനനായിട്ടാണ് അവർ ഇരിക്കുന്നത്. സഭ പറയാണ്, പാസ്റ്റർ ഇങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. കാരണം ദേ ആർ എബവ് ദ ചർച്ച് ഡിസിപ്ലിനൊന്നും അവർ വഴങ്ങിയില്ല. കാരണം ചർച്ച് എന്ന് പറയുന്നത് അവരുടെ സ്വന്തമായൊരു പ്രോപ്പർട്ടി പോലെയാണ് അവർ കാണുന്നത്. യേശുവിൻ്റെ ശരീരമായിട്ടല്ല കാണുന്നത്. യേശുവിൻ്റെ ശരീരമായിട്ട് ഒരു നിമിഷം കണ്ടിരുന്നുവെങ്കിൽ സഭയുടെ മുമ്പിൽ ഒരു വിറച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അവർ സമ്പാദിച്ച ഒരു കൂട്ടമായിട്ടാണ് അവർ കാണുന്നത്. അവരുടെ ജനമായിട്ടാണ് കാണുന്നത്, ക്രിസ്തുവിൻ്റെ ജനമായിട്ടല്ല കാണുന്നത്. അവർക്ക് ദശാംശം കൊടുക്കേണ്ട, അവരെ പരിപാലിക്കേണ്ട, അവർ ഭരിക്കുമ്പോൾ കേൾക്കേണ്ട, തിരിച്ചൊരു വാക്കുപോലും പറയാൻ അർഹതയില്ലാത്ത, നിശബ്ദം അവർ പറയുന്ന എല്ലാം ശിരസ വഹിച്ച് വഞ്ചിക്കപ്പെടേണ്ട ഒരു കൂട്ടം ആളുകളായിട്ടാണ് സഭയെ അതിൻ്റെ യജമാനന്മാർ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ പട്ടത്തെ സഭകളിൽ നിന്നൊക്കെ വെളിയിൽ ചാടിയിട്ട് ഇത്രയും വലിയ മനുഷ്യൻ്റെ അടിമത്തത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സങ്കടം എന്താണുള്ളത്? നിങ്ങളൊരു മനുഷ്യൻ്റെ അടിമയായി മാറുന്നത് എങ്ങനെയാണ് ആലോചിച്ചിട്ടുണ്ടോ? ഈ ഏതെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ചർച്ച, ഞാൻ ആ പാസ്റ്റർ അങ്ങനെ പുകഴ്ത്തണ്ട, ഒരു മനുഷ്യനെയും പുകഴ്ത്തണ്ട. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെയാണ്. എല്ലാവരും, ഞാനുൾപ്പെടെ സകലരും നമ്മൾ ഒരുപോലെയാണ്. നമ്മളെല്ലാം ആദമിൻ്റെ മക്കളാണ്. ആകെയുള്ള വ്യത്യാസം അഭിഷേകമല്ല, കൃപാവരമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന എല്ലാവരും, ആ വിശ്വാസത്താൽ പ്രാപിക്കുന്ന ആ ആത്മാവിൻ്റെ പ്രസൻസ് ഉള്ള എല്ലാവരും, യേശുക്രിസ്തുവിൻ്റെ തലയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും അഭിഷേകമുള്ളവരാണ്. അന്യഭാഷയെ പോലും അഭിഷേകം എന്ന വാക്കുമായിട്ട് ബൈബിൾ കണക്ട് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും അഭിഷേകം പ്രാപിച്ചോ എന്നൊരു ചോദ്യം ബൈബിളിൽ ചോദിക്കുന്നില്ല. അന്യഭാഷ അഭിഷേകവുമായിട്ട് ബന്ധിപ്പിച്ചതും ഒരു തെറ്റായ കാര്യമാണ്. കാരണം അഭിഷേകം എന്ന വാക്ക് ഒരിക്കലും അന്യഭാഷയുമായിട്ട് ബന്ധിപ്പിച്ച് ഉപയോഗിക്കാൻ പാടില്ല. കാരണം പുതിയ നിയമത്തിൽ അഭിഷിക്ത ശുശ്രൂഷകളില്ല. പുതിയ നിയമത്തിലുള്ളത് കൃപാവര ശുശ്രൂഷകളാണ്. അഭിഷേകം ക്രിസ്തുവിനാണ്. ആ അഭിഷേകമാണ് നമ്മുടെ മേൽ വസിക്കുന്നത്. 1 യോഹന്നാൻ 2:27 പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് ആരും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ അഭിഷേകം ക്രിസ്തുവിൻ്റെ അഭിഷേകം നമ്മളെ ക്രിസ്തുവിൻ്റെ എല്ലാ പരിജ്ഞാനത്തിനും വളർത്തും. അവിടെ മാത്രമാണ് പുതിയ നിയമത്തിൽ അഭിഷേകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഞാനൊരു ബ്രദറുകാരനാണ്. അല്ല പ്രിയ സഹോദരങ്ങളെ, ഞാൻ കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. അന്യഭാഷ ഉൾപ്പെടെയുള്ള കൃപാവരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അന്യഭാഷ പറയണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ഈ രീതിയിലല്ല. കാരണം അതൊരു അഭിഷേകത്തിൻ്റെ അടയാളമല്ല. അത് അഭിഷേകം ഒരു മനുഷ്യനായിട്ട് ദൈവം കൊടുക്കുന്നുമില്ല പുതിയ നിയമത്തിൽ. കാരണം പഴയ നിയമത്തിൽ നോക്കുമ്പോൾ 3 അഭിഷേകങ്ങൾ നമുക്ക് കാണാം. രാജാവിൻ്റെ അഭിഷേകം, പ്രവാചകൻ്റെ അഭിഷേകം, അതുപോലെ പുരോഹിതൻ്റെ അഭിഷേകം.
ഇത് 3 നിഴലുകളാണ്. യേശുക്രിസ്തുവിലാണ് അതെല്ലാം നിറവേറിയത്. നമ്മളവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. കർത്താവിൻ്റെ തലയിൽ വീഴുന്ന അഭിഷേക തൈലം നമ്മളെയും കവർ ചെയ്യുന്നു. അവൻ്റെ അഭിഷേകത്തിൻ്റെ കവറിങ്ങിലാണ് നമ്മളുള്ളത്. പക്ഷേ ഇന്നറിയാമോ, ഇന്ന് പല ന്യൂ ജനറേഷൻ ചർച്ചുകളിലും അവർ വിശ്വസിക്കുന്നത് അവരുടെ പാസ്റ്ററുടെ അഭിഷേകത്തിൻ്റെ കവറിങ്ങിലാണ് അവരുള്ളതെന്നാണ്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്തു നിങ്ങളുടെ പാസ്റ്ററാണ്. ബിവെയർ, യു ആർ ഗോയിങ് ടു ഹെൽ. നിങ്ങൾ നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള സകലരും ക്രിസ്തു എന്ന തലയുടെ കീഴിലുള്ളവരാണ്. അവർ ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൻ്റെ കവറിങ്ങിലുള്ളവരാണ്. ഐ എം പ്രൊട്ടക്റ്റഡ് ബൈ ദ അനോയിൻറ്റിങ് ഓഫ് ക്രൈസ്റ്റ് ബിക്കോസ് ഹി ഈസ് ദ ഓൺലി അനോയിൻറ്റഡ് വൺ. പക്ഷേ ഇത് നിങ്ങളുടെ പാസ്റ്ററുടെ അനോയിൻറ്റിങ്ങിനാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് എങ്കിൽ യു ആർ കോളിങ് യുവർ പാസ്റ്റർ ദ ക്രൈസ്റ്റ്, അതായത് അഭിഷിക്തൻ എന്ന് വിളിക്കുകയാണ്. അഭിഷിക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥമാണ്. ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ ഹീബ്രു ആണ് മെഷിഹ. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, യു ആർ അണ്ടർ ദ കവർ ഓഫ് ഹിസ് അനോയിൻറ്റിങ്. ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലാണ് നമ്മളുള്ളത്. കാരണം തല അവനാണ്, അവൻ്റെ മേലാണ് അഭിഷേക തൈലം വീണിരിക്കുന്നത്. അവനാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പുരോഹിതൻ, രാജാവ്, അതുപോലെ തന്നെ പ്രവാചകനും. അതേസമയത്ത് ഇന്ന് ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ ഇത് കർത്താവ് പറഞ്ഞ പ്രൊഫസിയാണ്. കർത്താവ് പറഞ്ഞ പ്രൊഫസി എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ വരുന്നത്. അതായത് ക്രിസ്തു എന്ന് മലയാളത്തിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഗ്രീക്കിൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരാൾ സ്റ്റേജിൽ നിന്ന് ഇത് അഭിഷിക്തൻ വരുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു വന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവർ നിങ്ങൾക്കില്ലാത്ത എന്തോ ഒരു അപ്രൂവൽ ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ യു ആർ റോങ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങളുടെ മുകളിൽ അഭിഷേകമുള്ള ഒരാളായിട്ട് അഭിഷിക്തനായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അയാളുടെ കവറിങ്ങിലാണ് ഇരിക്കുന്നത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളും പോവുകയുള്ളൂ. യു ആർ നോട്ട് അണ്ടർ ദ കവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൻ്റെ കീഴിലേക്ക് വരാതെ ഈ കുട്ടി യജമാനന്മാരുടെ, നിങ്ങളുടെ പൈസ വാങ്ങിച്ച് നിങ്ങളെ ഭരിക്കുന്ന ആ കുട്ടി യജമാനന്മാരുടെ കയ്യിൽ നിങ്ങൾ എന്താ പറയുന്നത്, ആ ഒരു അനോയിൻറ്റിങ്ങിൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദാറ്റ്സ് അൺബിബ്ലിക്കൽ. യു ആർ ഇൻ ദ റോങ്. ആ തെറ്റിലേക്ക് നിങ്ങൾ പോകരുതെന്ന്. ഇത് അന്ത്യകാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. എത്ര ഭയങ്കര കൃത്യമാണ് കർത്താവ് പറഞ്ഞത്. മനുഷ്യർ വന്ന് ക്രിസ്തുവാണ് ഞാനെന്നും പറഞ്ഞ്, അഭിഷിക്തനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അടിമകളാക്കും. ഈ ക്രിസ്തു എന്ന വാക്കും അഭിഷിക്തൻ എന്നുള്ള വാക്കും ഒരേ സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കണം. രണ്ടും ഒന്ന് തന്നെയാണ്. വൺ ഈസ് ഗ്രീക്ക്, ദ അതർ ഈസ് മലയാളം. അത്രയേ ഉള്ളൂ. ഒന്ന് ഗ്രീക്കിൽ പറയുന്നു ക്രിസ്റ്റോസ്, മലയാളത്തിൽ പറയുന്നു അഭിഷിക്തൻ. ഓക്കെ. അപ്പോൾ അനേകം അഭിഷിക്തന്മാർ ഇവിടെ ഊടാടി സഞ്ചരിച്ച് അവർ ജനങ്ങളെ അടിമകളാക്കി വെച്ച് നിങ്ങളുടെ വീട്ടിൽ ചായ തിളപ്പിക്കണമെങ്കിൽ പോലും ആ അഭിഷിക്തൻ പറയേണ്ട അവസ്ഥ. നിങ്ങളുടെ മക്കളെ എവിടെ പഠിക്കാൻ വിടണം, എങ്ങോട്ട് പോകണം, ആരെ കല്യാണം കഴിക്കണം, എല്ലാം തീരുമാനിക്കുന്ന ഒരാൾ നിങ്ങൾക്കൊരു യജമാനനായിരിക്കുന്നു. അത് ക്രിസ്തു അല്ല, അത് വേറെ ആരോ ആണെങ്കിൽ നിങ്ങൾ നരകത്തിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. ബിക്കോസ് യു ആർ നോട്ട് അണ്ടർ ക്രൈസ്റ്റ്, യു ആർ അണ്ടർ അൻ ആദം. ഒരു മനുഷ്യൻ്റെ കീഴിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സിംഗിൾ മാൻ ന്യൂ ജനറേഷൻ കൾട്ടിൻ്റെ കീഴിലാണെങ്കിൽ, അതായത് ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ന്യൂ ജനറേഷൻ കൾട്ടിൻ്റെ കീഴിലാണ് നിങ്ങളെങ്കിൽ, ആ വ്യക്തിയുടെ അനോയിൻറ്റിങ്ങിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ക്രിസ്തു അയാളാണ്. ഹീ ഈസ് ദ അനോയിൻറ്റഡ് വൺ ഫോർ യു. അയാളുടെ പ്രവൃത്തികൾക്ക് ദൈവം എന്ത് കരുതിയിരിക്കുന്നു അതേ നിങ്ങൾക്കും കിട്ടുകയുള്ളൂ. ദൈവപുത്രനായ, മനുഷ്യപുത്രനായ, രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഓഹരിയിൽ നിങ്ങൾക്ക് പ്രവേശമില്ല. ബിക്കോസ് യു ഹാവ് എലക്റ്റഡ് ടു ബി അണ്ടർ ദ കവർ ഓഫ് എ ഫോൾസ് ക്രൈസ്റ്റ്. ഓക്കെ. ഞാനിത് പറയുന്നത് ഇത്തിരി ഗൗരവത്തോടെയാണ് പറയുന്നത്. കാരണം അനേകം വഞ്ചനകൾ നമ്മുടെ ചുറ്റും നടക്കുന്നത് കൊണ്ട് ഈ പാപങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുന്ന, മനുഷ്യർക്ക് ദൈവത്തിൻ്റെ പൊസിഷൻ എടുക്കുന്ന, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കുറേ കള്ളക്രിസ്തുക്കൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദേ വിൽ ഓൺലി ചീറ്റ് യു ആൻഡ് ഡിസ്ട്രോയ് യു ആൻഡ് ലൈ ടു യു. ഓക്കെ. അപ്പോൾ ഇത് അന്ത്യകാലത്ത് വരുന്ന കാര്യമാണ്. അന്ത്യകാലത്ത് ഇങ്ങനെ തന്നെ അനേക ക്രിസ്തുക്കൾ, അനേക ഇടനിലക്കാർ ദൈവവുമായിട്ടുള്ള കാര്യം സാധിച്ചു തരാം, നിനക്ക് ഞാൻ രോഗം മാറ്റിത്തരാം, നിനക്ക് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചോണം. 10 പേർക്ക് വേണ്ടി അയാൾ പ്രാർത്ഥിക്കുമ്പോൾ 2 പേരുടെ ശരിയാവും. ആ 2 പേരുടെ ശരിയാവും, 8 പേരുടെ ശരിയാവില്ല. 8 പേരെന്ത് പറയുന്നറിയാം? 8 പേര് പറയും, അവർ 2 പേരുടെ ശരിയായി, അവർ നല്ല വിശ്വാസത്തിലായിരുന്നു, പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ രക്ഷപ്പെട്ടത്, നമ്മൾ ശരിയായില്ല, നമ്മുടെ തെറ്റാണ്. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ബിസിനസ് തുടങ്ങിയ 10 പേരിൽ 2 പേർ രക്ഷപ്പെടുമായിരുന്നു. കാരണം ഏത് ബിസിനസ് എവിടെ തുടങ്ങിയാലും 10 പേർ തുടങ്ങുമ്പോൾ 2 പേർ രക്ഷപ്പെടും. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിയാലിറ്റിയാണ്. അതായത് ജയിക്കുന്നവർ പാസ്റ്റർക്ക് സന്തോഷം, നന്ദി കർത്താവേ, പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്ക് രക്ഷപ്പെട്ടത്, ഇനിയും പാസ്റ്റർ എന്നും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. കിട്ടാത്തവർ പറയും ഞങ്ങൾ പ്രാർത്ഥന ശരിയായില്ല, ഞങ്ങളുടെ വിശ്വാസം ശരിയായില്ല, അവർക്കൊക്കെ കിട്ടിയല്ലോ നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദുഃഖത്തിലിരിക്കും.
എത്രയെല്ലാം തരത്തിലാണ് ഒരു മതം മനുഷ്യനെ വഞ്ചിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഏറ്റവും വലിയ ഫ്രോഡിനേക്കാളും, നിങ്ങൾ ഒരു ഫ്രോഡിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഏറ്റവും വലിയ ഫ്രോഡിനേക്കാളും നിങ്ങളെ വഞ്ചിക്കാൻ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞു വരുന്നവർ, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് സാധിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പൗലോസ് പറയുന്ന പോലെ യാചിച്ചുകൊണ്ട് പറയുന്നത്, ബൈബിളിലേക്ക് തിരിച്ചു വരിക, ബൈബിൾ വായിക്കുക, വേദപുസ്തകം വായിക്കുക. നിങ്ങൾ സ്വതന്ത്രരായി മാറും. നിങ്ങൾ ആരുടെ അടിമമുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ഈ അടിമത്തം മനുഷ്യരെ വെനറേറ്റ് ചെയ്യുകയും അവരെ മറ്റു മനുഷ്യരുടെ മുകളിൽ ഉയർത്തുകയും ചെയ്യുന്നത് നിങ്ങൾ കള്ളക്രിസ്തുക്കളെ ഉണ്ടാക്കുകയാണ്. ഇതുതന്നെയാണ് 24-ാം അധ്യായത്തിൽ കർത്താവ് കൊടുക്കുന്ന വാണിംഗ്. അന്ത്യകാലം വന്നെടുത്തു എന്നുള്ളതിന് ഇതിനേക്കാളും വലിയ തെളിവെന്താണ്? ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റുകൾ വന്ന 20-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെയുള്ള കള്ളക്രിസ്തുക്കൾ ഏറ്റവും കൂടുതൽ കൂടിയത്. ഉദാഹരണത്തിന് അതിനു മുമ്പ് അനേകം മിഷണറിമാരുണ്ടായിരുന്നു. CSA ചർച്ചിൽ, ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ, ബ്രദറൻ ചർച്ചിൽ വരെ ഇവിടെ വന്ന നാഗൽ സാഹിബ് ഒരു ബ്രദറൻ മിഷണറി ആയിരുന്നു, ജർമ്മനിയിൽ നിന്ന് വന്ന. ബാപ്റ്റിസ്റ്റ് മിഷണറിമാർ എത്ര പേരാണ് ഇതിലേക്ക് കയറി ഇറങ്ങിയിട്ടുള്ളത്? CSI മിഷണറിമാർ അവരെല്ലാം വന്ന് കയറി സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൈ വീശുമ്പോൾ ആരും വീഴത്തില്ലായിരുന്നു, അവർ അന്യഭാഷ പറയുന്നില്ലായിരുന്നു, പേഴ്സണലായിട്ട് പറയുന്നത് നമുക്കറിയത്തില്ല, പബ്ലിക്കായിട്ട് പറയുന്നില്ലായിരുന്നു, അങ്ങനെ രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് നോട്ടീസൊന്നും അടിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് അവർ സാധാരണ മനുഷ്യരായിരുന്നു. എന്നാൽ പെന്തക്കോസ്റ്റൽ റിവൈവൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത്ഭുത പ്രവർത്തകർ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായി. ഈ അത്ഭുത പ്രവർത്തകർ എന്ത് ചെയ്തു? അവരുടെ പിന്നാലെ ആൾക്കാരങ്ങ് കൂടി. അവർ ദൈവം കരുണ കാണിച്ചു എന്ന് പറയുന്നതിന് പകരം അവരെന്ത് പറഞ്ഞെന്നറിയോ? അവർ പറഞ്ഞു, എൻ്റെ അനോയിൻറ്റിങ് ആണ് എന്ന് പറഞ്ഞു. ഇത് ജനങ്ങൾ, മണ്ടന്മാർ വിശ്വസിച്ചു. അവരുടെ അനോയിൻറ്റിങ്. പ്രിയ സഹോദരങ്ങളെ, ആണെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. കാരണം പുതിയ നിയമത്തിൽ ആകെ ഒരൊറ്റ അനോയിൻറ്റിങ്ങേ ഉള്ളൂ, അത് ക്രിസ്തുവിൻ്റെ അനോയിൻറ്റിങ് ആണ്. അതുകൊണ്ട് കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ, പെന്തക്കോസ്റ്റൽ ചർച്ചുകളിലൊക്കെ ഈ ഒത്തിരി പവർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, ദൈവത്തിൻ്റെ അടുത്ത് എന്തോ പ്രത്യേക കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കുറേ ആൾക്കാർ ഇതിനിടയിലുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടകരമായ സിറ്റുവേഷൻ. അവരാണ് നിങ്ങളെ വഞ്ചിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കായിരിക്കും, നിങ്ങൾ പെന്തക്കോസ്തുകാരനാണോ? ഞാൻ പെന്തക്കോസ്തുകാരനായിട്ടാണ് സ്നാനപ്പെട്ടതും പഠിച്ചതും ആ ഒരു ഉപദേശത്തിലാണ് ഞാൻ കുറേ വർഷങ്ങളോളം നിന്നതും. ഇപ്പോഴും ആ ഐഡൻറ്റിറ്റി ഞാൻ തള്ളിപ്പറയുന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഒരു ഐഡൻറ്റിറ്റിയേക്കാളും ഏത് ഐഡൻറ്റിറ്റിയേക്കാളും പ്രധാനമാണ് ക്രിസ്ത്യാനി എന്നുള്ള, ക്രിസ്തുവിൻ്റെ ദാസൻ എന്നുള്ള ആ ഐഡൻറ്റിറ്റി. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഡിനോമിനേഷൻസ് അല്ല നമ്മളെ രക്ഷിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഈ ഉപദേശങ്ങളെല്ലാം, അതായത് ഡോക്ടറിൻ, ഈ സഭയുടെ ആചാരപരമായ ഉപദേശങ്ങളെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ ലഭിക്കാതെ പോകുന്ന ഒരു വലിയ അപകടകരമായ സിറ്റുവേഷൻ ഇതിനകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ പുറത്തുള്ളവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, നമുക്ക് അകത്തുള്ളവരെ തന്നെ ചിന്തിക്കുക. എനിക്ക് പെന്തക്കോസ്റ്റ് ചർച്ചുകളോടുള്ള ആകെയുള്ള ഒരേ ഒരു വിരോധം, യേശുക്രിസ്തു ആ സഭയുടെ സെൻറ്ററായിട്ട് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഒരു ചർച്ചിൻ്റെ സെൻറ്റർ ഫിഗറായിട്ട് കർത്താവ് വരുന്നില്ല. ഒരു മനുഷ്യൻ വരുന്നു, അല്ലെങ്കിൽ അവരുടെ ഡിനോമിനേഷൻ വരുന്നു. ഏതെങ്കിലും ഡിനോമിനേഷനെ കുറിച്ചുള്ള അഭിമാനം, അതാണ് സഭയുടെ നട്ടെല്ല്. ക്രൈസ്റ്റ് നെവർ അസ്യൂംസ് ദ സെൻട്രൽ ത്രോൺ ഓഫ് ദ ചർച്ച്. അതാണ് എൻ്റെ ഒരേ ഒരു വേദന. വേറൊരു വേദനയുമില്ല. എവറിത്തിങ് എൽസ് ഈസ് ഫൈൻ, ബട്ട് ഇഫ് ദിസ് ഡസ് നോട്ട് വർക്ക്, നത്തിങ് വർക്ക്സ്. അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ് കള്ളക്രിസ്തുക്കൾ എല്ലാ സ്ഥലത്തും, കള്ള മധ്യസ്ഥന്മാർ എല്ലാ സ്ഥലത്തും മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി വരുമെന്നുള്ളത്. അവിടെ പറയുന്നത് യുദ്ധങ്ങളെ, യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നുള്ളത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അപ്പം ഇതെല്ലാം നമുക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അന്ത്യകാലം വരുമ്പോഴേക്കും ജീവിതം വളരെ ദുസ്സഹമായി മാറും. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കാനുള്ള അന്തരീക്ഷം കുറഞ്ഞു വരികയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ചൂട് കൂടിക്കൂടിയാണ് വരുന്നത്. സൂര്യൻ്റെ ചൂട് കൂടിക്കൂടി വരുന്നതനുസരിച്ച് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടല്ലോ, സൂര്യനിൽ നിന്ന് ഇത്ര ദൂരെയാണ് ഭൂമി. അപ്പോൾ ഭൂമിയിൽ മനുഷ്യർക്ക് ഇപ്പോൾ ജീവിക്കാം. പക്ഷേ സൂര്യൻ്റെ ചൂട് കൂടിക്കൂടി വരുന്നതനുസരിച്ച് ഈ ഭൂമിക്ക് വെളിയിലേക്ക് ജീവിക്കാൻ പറ്റുന്ന ആ സ്ഥലം പോകും. ഭൂമിയുടെ കാലം തീരും. നമ്മുടെ ഈ ഭൂമി അതുപോലെ അനുനിമിഷം വഷളായി ചൂട് വർദ്ധിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ അന്ത്യകാലമാകുമ്പോഴേക്കും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവ് വരുന്ന കാലമാകുമ്പോഴേക്കും ഈ ഭൂമി ഏതാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ നമുക്ക് ഏകദേശം അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മണ്ണിൽ വിളവ് ലഭിക്കാത്തൊരു കാലത്തിലേക്ക്, കൃത്യമായ സീസൺ വരാത്തൊരു കാലം, അതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ അതിലൊന്നും നമുക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എൻ്റെ നാമനിമിത്തം. അപ്പോൾ ആർക്ക് വരുന്ന പീഡനം ഇത്? ആർക്ക് വരുന്ന പീഡനമാണ്? എൻ്റെ നാമനിമിത്തം, അതായത് യേശുക്രിസ്തു എന്ന നാമം ഉച്ചരിക്കുന്നത് കൊണ്ട്
നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, സകല മനുഷ്യരും നിങ്ങൾ ഉപദ്രവിക്കുന്നതാണ് പറയുന്നത്. അപ്പം വിശ്വാസികളുടെ ഏറ്റവും വലിയ ഉപദ്രവം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഉണ്ടാകുന്നതാണ്. ക്രിസ്തുവിനോടുള്ള അകാരണമായ വിരോധം ലോകത്തിൽ അനേകം ആളുകളുടെ ഉള്ളിലുണ്ട്. അത് പലതരത്തിൽ പ്രകടമാകുന്നുണ്ട്, ചിലത് വളരെ സീക്രട്ടായിട്ടാണ് വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ലോകത്തിന് ക്രിസ്തുവിനോട് ഭയങ്കരമായൊരു വിരോധമുണ്ട്. ഇവിടെ പറയുകയാണ്, എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും, സകലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെയും തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അപ്പം ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡീക്കെ, ഡീക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതായി പോവുക, ശുഷ്കിച്ചു പോവുക, അല്ലെങ്കിൽ ദ്രവിച്ചു പോവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചുറ്റുപാട് നടക്കുന്ന ആത്മീകമായ ദ്രവിച്ചു പോക്ക്, ആത്മീക ജീവിതത്തിൻ്റെ ദ്രവിച്ചു പോക്കിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം തന്നെ നിങ്ങൾ പള്ളികളിൽ വിസ്തരിക്കപ്പെടുന്ന ഒരു സമയമുണ്ടാകും. ഓക്കെ, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇത് വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഉള്ളിൽ പാപം വളരുന്നതനുസരിച്ച് സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞു വരും. നിങ്ങൾ പണത്തെ കൂടുതൽ സ്നേഹിച്ചാൽ, മാമോനെ കൂടുതൽ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സഹോദരനെ സ്നേഹിക്കാൻ പറ്റാതെ വരും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ വളരാത്ത ചെടികളെല്ലാം വെട്ടിക്കളയേണ്ടതായി വരും. കാരണം അത് അന്ത്യകാലത്ത് വെളിപ്പെട്ട് വരും. യേശു ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവർ ഉപദ്രവിക്കപ്പെടും. കാരണം ക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള ഉപദ്രവം അവരുടെ മേൽ വരുമെന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് ഉപദ്രവം എല്ലാ സമയത്തും വരാം. ആര് ഭരിക്കാൻ കയറിയാലും വരാം. ദൈവം എപ്പോഴും മഹത്വപ്പെട്ടവൻ. അവൻ രാജാക്കന്മാരെ നിയമിക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അവൻ്റെ എല്ലാ പദ്ധതികൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളൊന്നും ഭയപ്പെടേണ്ടതില്ല. കാരണം തൻ്റെ വൃതന്മാരെ സംരക്ഷിക്കുവാൻ ദൈവത്തിനറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ സ്നേഹിക്കുവാൻ അങ്ങേ കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളെ ഏത് വലിയ പ്രതിസന്ധിയുടെ നടുവിലും നടത്താൻ കഴിവുള്ള ദൈവമേ, അങ്ങയുടെ നാമനിമിത്തം ഉപദ്രവങ്ങൾ ചുറ്റും വരുമ്പോഴും ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വഞ്ചനയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, യാതൊരു കള്ളക്രിസ്തുവും യഥാർത്ഥത്തിൽ നസറായനായ യേശു ക്രിസ്തുവിൽ ഞങ്ങളെ അകറ്റിക്കളയാതിരിക്കാൻ, ഞങ്ങളെ വഞ്ചിച്ച് ഇടയിൽ വെച്ച് ഞങ്ങളുടെ പ്രതിഫലം ഇല്ലാതായി പോകാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ധൈര്യമുള്ള, സ്ഥിരമുള്ള ഒരു മനസ്സിനെ നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?